പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. സൗമ്യൻ സോമൻ്റെ പുത്രനും സൗമ്യമായ ഗുണങ്ങളോട് കൂടിയ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, ബുധൻ ചാരവശാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് വരികയാണ്. വൃശ്ചികത്തിലായിരുന്നു ബുധൻ. അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചാരവശാൽ വക്രിയായി സഞ്ചരിച്ചു. നല്ല ഫലം പലർക്കും ലഭിച്ചു എന്ന് പറഞ്ഞു വക്രിയായ ബുധൻ, തുലാൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ. ആ ബുധനിത തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരികയാണ്, തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഡിസംബർ 6-ാം തീയതി വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച ബുധൻ 23 ദിനങ്ങൾ വൃശ്ചികമാസം 29-ാം തീയതി വരെ വൃശ്ചിക രാശിയിൽ നിൽക്കുകയാണ്. എപ്രകാരം മേടം മുതലായ രാശികൾക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചിക രാശിയിലേക്കുള്ള പ്രവേശനം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്ര നല്ല ഫലം ബുധന് വൃശ്ചിക രാശിയിൽ ചൊവ്വാക്ഷേത്രങ്ങളിൽ മേട വൃശ്ചിക രാശികളിൽ പറഞ്ഞിട്ടില്ല. ദ്യൂതാന്ന പാനരത നാസ്തിക ചോര നിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ. ചൊവ്വാക്ഷേത്രത്തിലെ ബുധൻ അസത്യരഥ, സത്യരഥനല്ല, സത്യമാർഗത്തിൽ സഞ്ചരിക്കില്ല, അസത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും. സത്യസന്ധമായ രീതി അദ്ദേഹം സ്വീകരിക്കില്ല. പിന്നെ അദ്ദേഹം ആരാകുന്ന ബുധൻ, മേടൻ രാശിയിലും വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ദ്യൂത അന്നപാനരഥ. ദ്യൂതം എന്നാൽ ക്രീഡ, കളികൾ. നമ്മൾ എല്ലാവിധ ക്രീഡകളും, പഴയ മുച്ചീട്ട് കളി മുതൽ ചീട്ട് കളി മുതൽ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുന്ന കളികൾ, അല്ലെ ഗാംബ്ലിംഗ്, ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന എന്ത് ക്രിയകളും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നതും ദ്യൂതമാണ്. ഒരുതരം ചൂതാട്ടമാണ് അതൊക്കെ. ലാഭം ലഭിക്കാം, ലാഭം പ്രതീക്ഷിക്കാം, നശിക്കാം, രണ്ടുമാവാം. ദ്യൂത. അന്നപാനരതി, അന്നത്തിൻ്റെ രതി, ഭക്ഷണ വിഷയത്തിലുള്ള രതി. പാനം, ഡ്രിങ്ക്സ്, കുടി, മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയിലുള്ള താല്പര്യം. ദ്യൂത അന്നപാനരതി, അല്ലെങ്കിൽ അതിലുള്ള രഥ, താല്പര്യം. നാസ്തിക, ദൈവവിശ്വാസം വളരെ കുറയുക. ആസ്തികത്വമില്ലാത്ത അവസ്ഥക്കാണ് നാസ്തികത്വം എന്ന് പറയുക. ചോരഹ, ചോരയ രീതി ചോര, കളവ് പറയുക, കളവ് പ്രവർത്തിക്കുക, കള്ളനാവുക. നിസ്വഹ, ധനമില്ലാത്ത അവസ്ഥ. നിർഗതം സ്വം യസ്യ സഹ, തനിക്ക് ധനമില്ല തൻ്റെ കൈവശം. കുസ്ത്രീക കൂടകൃത്, കുസ്ത്രീക, കുസ്ത്രീ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യം. കുൽസിത സ്ത്രീ, കുൽസിതയായ സ്ത്രീകളിൽ, വർജിക്കപ്പെട്ട സ്ത്രീകളുള്ള താല്പര്യം. ഇത് ചൊവ്വാക്ഷേത്രങ്ങളിലെ ബുധൻ വളരെയധികം പ്രകടിപ്പിക്കും. കൂടകൃത്, കൂടകർമ്മങ്ങളൊക്കെ ചെയ്യുക. അസത്യ രഥ, സത്യരഥനല്ലാത്തൊരവസ്ഥ. നല്ല ഫലമല്ല. മറിച്ച് ശുക്രക്ഷേത്രത്തിലെ ബുധനും സ്വന്തം ക്ഷേത്രങ്ങളായ മിഥുന കന്നിയിലെ ബുധനും വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിലും ധനുവിലും ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ്. കർക്കിടകത്തിലും ചിങ്ങത്തിലും പറഞ്ഞ ഫലങ്ങൾ നല്ലതല്ല. അപ്രകാരം മകര കുംഭത്തിലും പറഞ്ഞ ഫലങ്ങളും വളരെ മോശമാണ്. അതിനാൽ ഈ 24 ദിവസം ശ്രദ്ധിക്കുക. വിവാദങ്ങളിലൊക്കെ പോകാതെ, ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ സംജാതമാക്കട്ടെ ഈ ബുധൻ. കാരണം ബുധൻ ഗ്യാംബ്ലറാണ്. 24 ദിവസം നിൽക്കുന്ന ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. അത് ആർക്കൊക്കെ ഫലം ചെയ്യാം? ഈ വൃശ്ചികത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് നമുക്ക് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. മേടം മുതൽ 12 രാശിക്കാരുടെയും ഈ ബുധൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നുള്ള ചിന്തയാണ് നാം ചെയ്യുന്നത്. നന്ദി, നമസ്തേ. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ബുധൻ എവിടെ നിൽക്കുന്നു? ശത്രുക്ഷേത്രത്തിൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ 6-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് നല്ലതാണോ? നല്ലതല്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ബുധൻ ആരാണ്? മിഥുനൻ രാശിയുടെ അധിപനാണ്, രാശി അധിപനാണ്, 1-ാം ഭാവത്തിൻ്റെ അധിപനാണ്, പിന്നീട് 4-ാം ഭാവത്തിൻ്റെ അധിപനും. ഇത് 2 ഗ്രഹങ്ങളും 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സമാധാനം വളരെ കുറഞ്ഞ ദിനങ്ങളായിരിക്കും ഈ ഒരു 24 ദിവസം. സ്വസ്ഥത എന്ന വാക്ക് അനുഭവിക്കില്ല. അനാവശ്യമായ പ്രയാസങ്ങൾ വളരെയധികം വരും. പലപ്പോഴും ഓർമ്മക്കുറവ് വരും. എഴുതി വെക്കേണ്ടി വരും തൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ. രേഖാപരമായ വിഷയത്തിൽ അങ്ങേയറ്റം ശത്രുത വരും. ജനങ്ങളുമായി വിരോധമുണ്ടാകും.
വലിയ വിരോധമുണ്ടാകും. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞ ഫലം ഇപ്രകാരമാണ്: വിരോധോ ജനാനാം നിരോധോ രിപൂണാം. ശത്രുക്കൾ തൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. വളരെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് അതിർത്തി തർക്കമുണ്ടാകാം, ഭൂമിപരമായ വിവാദങ്ങളുണ്ടാകാം. പൂർവികമായ സ്വത്ത് ഏകദേശം വിറ്റ് റെഡിയാകുമ്പോൾ അവിടെ ബ്രോക്കർമാർ കയറി മേഞ്ഞ് നശിപ്പിച്ച് കളിയും ആ രംഗത്തിനെ. ബ്രോക്കർമാർക്ക് വളരെ മോശം സമയമാണ്. മിഥുനൻ രാശിക്കാരായ ബ്രോക്കർമാർക്ക് വളരെയധികം ക്ലേശങ്ങൾ വരും. അല്ലെങ്കിൽ മിഥുനൻ രാശിക്കാരായ വ്യക്തികൾക്ക് ബ്രോക്കർമാരെ കൊണ്ട് ഒരു രക്ഷയും ഉണ്ടാകില്ല. അവരൊരു ശല്യമായിട്ട് മാറും. വളരെ ശ്രദ്ധിക്കുക. വീട്ടിൽ നാൽക്കാലികൾ, പശുക്കൾക്കൊക്കെ തന്നെ ദുരിതം വരും. പലപ്പോഴും പൂച്ചകൾ പോലും ബുദ്ധിമുട്ടാവും. വെള്ളത്തിൽ പൂച്ചകൾ വീഴുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും. വളരെയധികം ക്ലേശങ്ങളാണ് ഈ സമയത്ത്. ത്വഗ് രോഗികൾ വളരെ ശ്രദ്ധിക്കണം. ആസ്മറ്റിക് ബ്രീത്തിങ് കംപ്ലൈൻറ്റുള്ള ശ്രദ്ധിക്കണം. ജലത്തിൽ വീഴാതെ ശ്രദ്ധിക്കണം. ഇതിനപ്പുറം എനിക്ക് രാശിയെപ്പറ്റി പറയാറില്ല. വളരെ ദോഷപ്പെട്ടൊരു സമയമാണ്. ജന്മവ്യാഴം, കണ്ടകശനി, 6ാം ഭാവത്തിൽ ബുധൻ, ശത്രുസ്ഥാനത്ത് വളരെ ദുർബലമായി നിൽക്കുക. വളരെ ശ്രദ്ധിക്കണം. ഡോക്യുമെൻറ്റ്സ്, രേഖകളൊക്കെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങളിലൂടെ തനിക്ക് മനസ്സിന് അസ്വസ്ഥത പൂർണ്ണമായി വരുന്നൊരു സമയമാണ് ഈ ഒരു 24 ദിവസം, ഡിസംബർ 29-ാം തീയതി വരെ എന്ന് തിരിച്ചറിയണം മിഥുനൻ രാശിക്കാർ. ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്കുമാല പായസം സമർപ്പിക്കുക. മറ്റൊന്ന്, നരസിംഹ സ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാട് ചെയ്യുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തിയെ നമഃ എന്ന മന്ത്രം ജപിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു സമയദോഷത്തെ പരിഹാരം കണ്ടിരിക്കണം മിഥുനൻ രാശിക്കാർ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. വീട് കുത്തി തുറന്ന് കള്ളന്മാർ ആഭരണങ്ങളും സ്വർണവും കൊണ്ടുപോകും. വളരെ ശ്രദ്ധിക്കുക. വീടിൻ്റെ വിഷയത്തിലായാലും ഗാർഹിക വിഷയത്തിലായാലും തൻ്റെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. അനാവശ്യമായ വിവാദങ്ങൾ വരും താനുമായി ബന്ധപ്പെട്ട്. പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക. 24 ദിനക്കാലം പ്രാർത്ഥനയല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചോളം. നമസ്തേ.